ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെയും തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇനിയും സപ്പോർട്ട് തുടരുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. റൈറ്റിംഗ് ടാസ്കിൽ പലപ്പോഴും നമുക്ക് കുട്ടി കുട്ടി അബ്രീവിയേഷൻസ് കാണാൻ കഴിയും, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സിമ്പിൾസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ പല സ്റ്റുഡൻസിനും ഇതൊരു ഡൗട്ടാണ്. ഈ ലെറ്റർ വായിക്കുമ്പോൾ അതിന്റെ ഫുൾ മീനിങ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ എങ്കിലും വേണം, അല്ലെ? അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിച്ചു വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് ന്യൂമോണിക് അതല്ലെങ്കിൽ അബ്രീവിയേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ചില ഡിസീസ് കണ്ടീഷൻസ് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് തരാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി നഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ ഷോർട്ട് ഫോംസ് കണ്ടിട്ടുള്ളതാണ്, അല്ലേ? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, UTI, അല്ലെ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതെങ്കിൽ URTI എന്ന് പറയും, എന്താ? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസിനെ DM എന്ന് എഴുതാം. ഇതേപോലെ തന്നെ കുറേ ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം, IUD, ഇൻട്രായൂട്രെയിൻ ഡെത്ത്, അതുപോലെ CVA, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. നിങ്ങളിത് കേട്ടിട്ടുള്ളതായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ ഡിസീസ് കണ്ടീഷൻസ് കുറച്ച് പറയുന്നത് മാത്രം കേട്ടോ. ഇപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ്, CAD, COPD എന്ന് പറയുമ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിൽ ചിലപ്പോൾ എയർവേ ഡിസീസ് എന്നാക്കുകയാണെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ് എന്നും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ COAD എന്ന് വരും. അതുപോലെ CABG എന്താണ്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറി. അതിന് ചിലപ്പോൾ CABG എന്ന് മാത്രമായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. DVT, ഡീപ് വെയിൻ ത്രോംബോസിസ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കോമൺ ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് കൂടുതലും അറിയുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് അറിയാതെ പോകുന്ന, അതായത് എളുപ്പമല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ന്യൂമോണിക്സ് അല്ലെങ്കിൽ അബ്രിവിയേഷൻസ്, അതല്ലെങ്കിൽ സിമ്പിൾസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് സിമ്പിൾസ്. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് ഡയഗ്നോസിസ് തന്നതെങ്കിൽ, ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അവിടെ ഒരു UTI എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പൊ സസ്പെക്റ്റഡ് കേസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്താ എഴുതാം? ഹി സസ്പെക്റ്റഡ് ടു ഹാവ് UTI എന്ന് പറയുമ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. മനസ്സിലായോ? അപ്പൊ ക്വയറി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതിന് ശേഷം ഒരു ഡിസീസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡയഗ്നോസിസ്, ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് അല്ല, അതൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് ആണ്. ഓക്കെ, പ്രൊവിഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഉറപ്പായിട്ടില്ല, നമ്മൾ ഡൗട്ടാണ്. സജസ്റ്റീവ് ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഡയഗ്നോസിസ് ആണ് പ്രൊവിഷണൽ ഡയഗ്നോസിസ്. അത് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് കൺഫേം ആകുമ്പോഴാണ് അതിനെ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഡയഗ്നോസിസ് വന്നാലേ ഇതാണ് അർത്ഥം, സസ്പെക്റ്റഡ് കേസ് ആണ്. ചിലപ്പോൾ ചില സമയത്ത് ഇൻക്രീസ്ഡിന് പകരം നമ്മൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഏരോ മാർക്ക് അപ്പ് ഏരോ കാണിക്കും, ഡൗൺ ഏരോ ആണെങ്കിൽ ഡിക്രീസ്ഡ്. ഇപ്പൊ ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ഡിക്രീസ്ഡ് സ്ലീപ്പ്, അല്ലെ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ വരുന്നൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്ലസ് പ്ലസ് പ്ലസ്. അങ്ങനെ ഒരു 2, 3, 4 പ്ലസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു വേർഡ്, ഇപ്പോ പ്ലസ് 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 എന്ന് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഇൻസോമിനിയ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ അത് ഇൻക്രീസ്ഡ് ഇൻസോമിനിയ തന്നെയാണ് അർത്ഥം. മനസ്സിലായോ? ആ പ്ലസ് 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 എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും കൂടുതലാണ്, ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ട്? നമ്മൾ സാധാരണ ഇപ്പോൾ യൂറിനിൽ ബ്ലഡ് ഉണ്ട്, ഇപ്പൊ നില്ല് അല്ലെങ്കിൽ +2 +1 പ്ലസ് എന്നൊക്കെയല്ലേ പറയാം. അപ്പൊ അതേപോലെ തന്നെ അതിന് പകരം 1 + 2 പ്ലസ് എഴുതുന്നതിന് പകരം പ്ലസ് 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 അങ്ങനെ എഴുതി പോകത്തുള്ളൂ. അപ്പൊ ഇൻക്രീസ്ഡ്, അതിൽ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ എന്താണ്? ഈ പ്ലസ് പ്ലസ് കഴിഞ്ഞിട്ട് എന്താണോ അത് കൂടുതലാണെന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഈ പ്ലസ് പ്ലസ് പ്ലസിന് പകരം പ്ലസ് കഴിഞ്ഞ ഒരു സ്ലാഷ് ഇട്ട് മൈനസ്, പ്ലസ് സ്ലാഷ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമുക്കത് ലെറ്ററിൽ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അതെന്തായിരിക്കും? വിത്ത് ഓർ വിത്തൗട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് സ്ട്രിക്ചർ. ഓക്കെ, സ്ട്രിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നേരോ പാട്ട് എന്നർത്ഥം. അപ്പൊ പ്ലസ് ഓർ മൈനസ് സ്ട്രിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർ വിത്തൗട്ട് സ്ട്രിക്ചർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് ടൈം പോകും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഓർപ്പിക്കാൻ വേണ്ടി പറയുന്നു മാത്രം. ഓക്കെ, ഫ്രാക്ചർ നമ്മൾ ഒരു സിമ്പിൾ ഉണ്ട്, അല്ലേ? അത് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ആ ഫ്രാക്ചറിന് നമുക്ക് മിക്കവാറും ആ സിമ്പിൾ തന്നിട്ടായിരിക്കും. ഇപ്പോൾ ഫ്രാക്ചർ ഓഫ് എന്ന് പറയുന്ന ആ സിമ്പിൾ തന്നതിന് ശേഷം
നെക്ക് ഓഫ് ദ ഫിമർ അങ്ങനെയൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫ്രാക്ചർ ഓഫ് ദ നെക്ക് ഓഫ് ദ ഫിമർ എന്ന് വരും. അപ്പോൾ അത് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ വരുന്ന സിമ്പിൾസ്. ഇത്രയൊക്കെ ഉള്ളൂ. ഈ പ്ലസ് ഓർ മൈനസ്, പ്ലസ് പ്ലസ് പ്ലസ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്, അതുപോലെ തന്നെ ഫ്രാക്ചർ ഉണ്ട്. ഓക്കെ, ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക കേട്ടോ. അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഓർമ്മ വരുന്നതെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് എക്സ് നമ്മൾ ചെറുതാക്കി എഴുതും ചില ലെറ്ററിന്റെ കൂടെ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയഗ്നോസിസ് നമ്മൾ ഡി കഴിഞ്ഞ് ഡി ക്യാപ്സിലൊക്കെ ആയിരിക്കും, എക്സ് സ്മോൾ ലെറ്റർ ആയിട്ട് അതിന് താഴെയായിട്ട് എഴുതും. അപ്പൊ അത് ഡയഗ്നോസിസ്. ഇനി ആറിന്റെ കൂടെയാണ് ആ എക്സ് എഴുതുന്നതെങ്കിൽ ആർ ക്യാപ്സിലൊക്കെ എക്സ് സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് എന്നർത്ഥം. ഇനി എ ബി രണ്ടും ക്യാപ്സ് ലെറ്ററിൽ എഴുതിയതിനു ശേഷം എക്സ് എഴുതുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? യെസ്, ആന്റിബയോട്ടിക്സ് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് മൂന്നും ഒരുമിച്ച് പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. എന്താണ്? ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ആൻഡ് ആന്റിബയോട്ടിക്. അപ്പോൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുത്തത് എന്താണ്? ആന്റിബയോട്ടിക് ആണ്. ഇനി ചില ലെറ്റേഴ്സിലെ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോൾ, ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ പറയാമെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ നമ്മൾ അവർ ഫുൾ ആയിട്ട് തരും. അതിന്റെ ബ്രാക്കറ്റിൽ ഇത് ഷോർട്ട് ഫോമിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും. നമ്മളെ എക്സാമിന്റെ അന്ന് തന്നെ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പൊ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരിക്കും അവർ മുകളിലായിട്ട് എവിടെയെങ്കിലും ഇതാണ് അതിന്റെ ഷോർട്ട് ഫോം എന്ന്. നമ്മൾ ശ്രദ്ധിക്കില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ സെക്കൻഡ് പേജിലോട്ടൊക്കെ മാറുമ്പോഴായിരിക്കും ആൻസർ. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കും, ഓക്കെ ഇവിടെ എന്താണ് ഈ ഷോർട്ട് ഫോം എന്ന് പെട്ടെന്ന് ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാം. മുന്നിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൂടുതലും മെന്റൽ പ്രോബ്ലംസ്, അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് എഴുതുന്ന ഒരു ലെറ്റർ എന്ന് വിചാരിക്കും. പേഷ്യന്റിന്റെ മെന്റൽ ഹിസ്റ്ററിയാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് കുറേ നമുക്ക് അറിയാത്ത കുറച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ കോമൺ ആണ്, പക്ഷെ നമ്മൾ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇപ്പൊ CBT എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് CBT. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് ചിലപ്പോൾ ആദ്യം CBT കൊടുത്തു എന്ന് പറഞ്ഞ ആ ഭാഗത്തായിട്ട് CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് കഴിഞ്ഞാൽ അവിടെ CBT എന്ന് ബ്രാക്കറ്റിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ 8 ലാസ്റ്റ് കൊണ്ടുപോയിട്ട് CBT കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അവിടെ വെറുതെ കണ്ടിന്യൂ CBT എന്ന് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓൾറെഡി മേ ബി തന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി തരും കേട്ടോ. ഇനി ഈ CBT പോലെ തന്നെ സൈക്കാട്രിക്കിൽ വരുന്ന വേറൊരു ഇതാണ് സൂയിസൈഡൽ ഐഡിയേഷൻ. സൂയിസൈഡൽ ഐഡിയേഷന് നമുക്ക് SI എന്നാണ് തരുന്നത് കേട്ടോ. അപ്പൊ SI, അതുപോലെ ഡെലിബറേറ്റ് സെൽഫ് ഹാമിന്റെ ഷോർട്ട് ഫോം ആണ് DSH. അതുപോലെ ഡെലിബറേറ്റ് സെൽഫ് പോയിസണിങ് ആണെങ്കിൽ DSP വരും. സൂയിസൈഡൽ ഐഡിയേഷൻ ആണെങ്കിൽ SI എന്ന് വരും. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആണെങ്കിൽ CBT എന്ന് വരും. ഇതൊക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഷോർട്ട് ഫോംസ് അറിയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സാധാരണയായിട്ട് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച്, അതായത് ഹോസ്പിറ്റലിൽ ബന്ധമുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് ആയിട്ട് ബന്ധമുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം NPO അറിയാം അല്ലെ, നിൽ പെർ ഓറൽ. അത് ചില ഹോസ്പിറ്റലുകളിലും എസ്പെഷ്യലി നമ്മളുടെ യൂറോപ്യൻ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് കൂടുതലായിട്ടും NBM എന്ന് പറയും. നിൽ ബൈ അല്ലെങ്കിൽ നത്തിങ് ബൈ മൗത്ത് എന്ന് പറയും. NBM എന്ന് പറഞ്ഞാലും NPO എന്ന് പറഞ്ഞാലും സെയിം ആണ്, നിൽ പെർ ഓറൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ റൂൾ ഔട്ടിന് നമ്മൾ സാധാരണ ക്യാപ്സിലോക്ക് തന്നെ R/O എഴുതാറുണ്ട്, റൂൾ ഔട്ട് എന്ന് എഴുതാറുണ്ട്. അതുപോലെ WNL എന്താണ്? യെസ്, വിതിൻ നോർമൽ ലിമിറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പം യൂറിനിലെ ആൽബുമിന്റെ അളവായിരിക്കാം. ഓക്കെ, അത് അങ്ങനെ തന്നിട്ട് WNL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിരിക്കാം. അപ്പൊ വിതിൻ നോർമൽ ലിമിറ്റ് എന്ന് പറയുന്നതിന് പകരം അവർ WNL എന്ന് തന്നു കഴിഞ്ഞാൽ വിതിൻ നോർമൽ ലിമിറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഷോർട്ട് ഫോം ആണ് NAD. എന്താണ്? നോ അബ്നോർമാലിറ്റി ഡിറ്റക്റ്റഡ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ആയിക്കോട്ടെ, NAD എന്ന് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നോ അബ്നോർമാലിറ്റി ഡിറ്റക്റ്റഡ്. നോർമൽ എന്നാണ് അർത്ഥം, പക്ഷെ NAD എന്നായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ FTA എന്ന് പറയും. FTA എന്ന് പറഞ്ഞാല് യെസ്, ഫെയിൽഡ് ടു അറ്റൻഡ് എന്ന് പറയും. ഇപ്പോൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ഫെയിലായി അങ്ങനെ എന്തെങ്കിലും മീനിങ് വരുന്ന ഒരു ഭാഗത്ത് FTA എന്ന് കഴിഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ FTA എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ഫുൾ മീനിങ് മനസ്സിലാവത്തുള്ളൂ അല്ലെ. അപ്പൊ ഫെയിൽഡ് ടു അറ്റൻഡ്. ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെ വരുന്നതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ ഞാൻ ജസ്റ്റ് പറയുന്നു, ADLs. യെസ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. അത് ക്ലിയർ ആണെന്ന് എനിക്കറിയാം. ADLs എപ്പോഴും നമ്മൾക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. ഹി ഈസ് ഏബിൾ ടു ഡു ആക്ടിവിറ്റീസ്. ADLs എന്ന് മാത്രം വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ചെയ്യാൻ ആൾക്ക് പറ്റുമെന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ വരുന്നതാണ് FBE. നമുക്ക് മിക്കവാറും ഇത് വരുന്ന ഡിസ്ചാർജ് റെക്കമെൻഡേഷനിലായിരിക്കും കേട്ടോ. FBE, അതുപോലെ UEC എന്നൊക്കെ വരാറുണ്ട്. എന്താണ് FBE എന്ന് പറഞ്ഞാല് ഫുൾ ബ്ലഡ് എക്സാമിനേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ
ഫുൾ ബ്ലഡ് ഇവാലുവേഷൻ എന്നും പറയാം. ഓക്കെ, ദെൻ UEC എന്ന് പറഞ്ഞാൽ യൂറിയ ഇലക്ട്രോലൈറ്റ് ക്രിയാറ്റിനിൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് UEC. ഇതെല്ലാം ഫുൾ ക്യാപ്സ് ലോക്ക് ആയിരിക്കും കേട്ടോ. ഈ FBE അതുപോലെ തന്നെ UEC എന്ന് പറയുന്നത് ഫുൾ ക്യാപ്സ് ലോക്കിലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. ദെൻ വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് PCN എന്ന് പറയും. PCN എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയില്ല. അലർജിക് ടു PCN എന്നാണ് കൊടുത്തിരിക്കുന്നത്. PCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിലിന് നമ്മൾ ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നതാണ് PCN. ഓക്കെ, അപ്പൊ അലർജിക് ടു PCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് ടു പെൻസിലിൻ എന്നാണ്. അപ്പൊ നമ്മളത് എന്തായാലും അത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ, അലർജി അല്ലേ. അപ്പൊ PCN എന്ന് പറയുമ്പോൾ പെൻസിലിനാണ് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് മെഡിസിന്റെ കാര്യത്തിലേക്ക് എടുക്കാം. മെഡിസിൻ നമുക്ക് മോസ്റ്റ് പ്രോബ്ലി കുറേയൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് ജസ്റ്റ് അറിയുന്നതാണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം, അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അവിടെ ഇപ്പോഴും വരുന്ന ഒരു ഡൗട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മെയിൻ എന്ന് പറയും. MANE. മെയിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കുന്നത് റാമിപ്രിൽ 5 mg MANE എന്നായിരിക്കും തന്നിട്ടുണ്ടാവുള്ളൂ. അത് മോർണിംഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഒരിക്കലും ഈ MANE എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ലെറ്ററിലായിട്ട് അതുപോലെ തന്നെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ മെയിൻ അല്ലെ MANE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് എന്നാണ് അർത്ഥം. ഇനി ഇതുപോലെ തന്നെ നൈറ്റ് നമ്മൾ പറയുന്ന വേർഡാണ് നൊക്ടെ. അത് പക്ഷെ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള നൊക്ടൂറിയ അല്ലെങ്കിൽ നൊക്ടൂറിയ അതല്ലെങ്കിൽ നൊക്ടേണൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. രാത്രിയിൽ സംഭവിക്കുന്ന ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് നൊക്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മെയിനും നൊക്റ്റയും ഓർത്ത് വെക്കുക, മോർണിംഗും നൈറ്റും ആണ്. ഇത് മെഡിസിന്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് അവർ തരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി മെഡിക്കേഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഇതുപോലെ തന്നെ ഷോർട്ട് ഫോംസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വളരെ കോമൺ ആയിട്ടുള്ള കുറെ ഉണ്ട്. നിങ്ങൾക്ക് പലതും അറിയാമായിരിക്കാം, പലതും മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിരിക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൺസ് ഡെയിലി. ഓക്കെ, വൺസ് ഡെയിലിക്ക് നമുക്ക് OD എന്നുള്ളത് ഫുൾ ക്യാപ്സ് ലോക്കിലെ OD എന്നും എഴുതാം. SID സിഡ്, അതായത് S മാത്രം ക്യാപ്സ് ലോക്ക്, Iയും Dയും സ്മോൾ ആയിട്ടുള്ളതായിട്ട് വരുന്നത്. അപ്പോൾ OD അതായത് വൺസ് ഡെയിലി എന്നുള്ളതിന് നമുക്ക് OD എന്നും അതുപോലെ SID എന്നും യൂസ് ചെയ്യാം. ഇനി ടോയ്സ് ഡെയിലി എന്നുള്ളതാണ് BD അല്ലെ. നമുക്കറിയാം BD എന്ന് പറയുന്നത് ടോയ്സ് ഡെയിലി ആണ്. TDS ത്രൈസ് ഡെയിലി. അപ്പൊ വൺസ് ഡെയിലി, ടോയ്സ് ഡെയിലി ആൻഡ് ത്രൈസ് ഡെയിലി. ക്ലിയർ? ഇനി നമുക്ക് വരുന്നതാണ് ബിഫോർ മീൽസും ആഫ്റ്റർ മീൽസും. ഓക്കെ, ഈ ബിഫോർ മീൽസും ആഫ്റ്റർ മീൽസിനും നമുക്ക് ഇതുപോലെ തന്നെ ഷോർട്ട് ഫോംസ് ഉണ്ട്. ഓക്കെ, AC PC ഇത് രണ്ടുമാണ്. അപ്പൊ നമ്മൾ ഏതാണ് ബിഫോർ മീൽസ് അതല്ലെങ്കിൽ ഏതാണ് ആഫ്റ്റർ മീൽസ് എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം AC എന്ന് കാണുമ്പോൾ നമ്മൾ ആഫ്റ്റർ മീൽസ് ആണോ എന്ന് സംശയിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എങ്ങനെയാണ് ഈ AC PC വന്നതെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറയാം. ഈ PC എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ആ PC എന്ന് പറഞ്ഞാല് പോസ്റ്റ് സിബം എന്നാണ് അർത്ഥം. സിബം എന്ന് പറഞ്ഞാൽ ഫുഡ്, CIBUM എന്നാണ് പറയുന്നത് കേട്ടോ. പോസ്റ്റ് സിബം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡിന് ശേഷം പോസ്റ്റ്, അത് ഓർക്കുക. PC എന്ന് പറയുമ്പോൾ പോസ്റ്റ് ആണ്, പോസ്റ്റ് ആണ്. അപ്പൊ തന്നെ ഉറപ്പായി എന്താണ് ആഫ്റ്റർ ഫുഡ് എന്നുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് എന്ത് എഴുതേണ്ടി വരുന്നത്, PC എന്ന് എഴുതേണ്ടി വരുന്നത്. ഇനി ACയുടെ ഫുൾ ഫോം എങ്ങനെയാണ് വരുന്നത്, ആന്റി സിബം എന്ന് പറയും, ANTECIBUM. അപ്പൊ സിബം ഫുഡാണ്, ആന്റി എന്ന് പറഞ്ഞാൽ മുന്നേ എന്നുള്ള അർത്ഥം അല്ലെ. അപ്പൊ എന്താണ് ബിഫോർ ഫുഡാണ് AC. അപ്പോൾ AC PC തെറ്റിക്കരുത്. P ഫോർ പോസ്റ്റ് എന്ന് ഓർക്കുക. അപ്പൊ എന്തായി, പോസ്റ്റ് മീൽ അല്ലെങ്കിൽ പോസ്റ്റ് ഫുഡായി. അപ്പോൾ PC ഫോർ ആഫ്റ്റർ ഫുഡ്, AC ഫോർ ബിഫോർ ഫുഡ്. ക്ലിയർ? നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ മെഡിസിന്റെ ഫ്രീക്വന്റ് ഷോർട്ട് ഫോംസ് കുറെ വരാറുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാന്ന് നോക്കാം അല്ലെ. അപ്പൊ QD എന്ന് പറഞ്ഞാല് 1 a day എന്നാണ് അർത്ഥം. ഓക്കെ, QD 1 a day. ഇനി QID അതുപോലെ തന്നെ QDS. QID/QDS എന്ന് പറഞ്ഞാൽ 4 times a day എന്നാണ്. ഓക്കെ, ഇനി QHS എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ HS എന്ന് പറയാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, Q എന്നുള്ളത് മിക്കപ്പോഴും സ്മോൾ ലെറ്റർ ആണ് എഴുതാറ്. ക്യാപ്സ് ലോക്ക് എഴുതിയാലും അത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ QHS അല്ലെങ്കിൽ HS എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് ബെഡ് ടൈം, അറ്റ് ബെഡ് ടൈം എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്താണ് QOD. അതെന്താണ്, എവരി ഓൾട്ടർനേറ്റീവ് ഡേ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. QOD എവരി ഓൾട്ടർനേറ്റീവ് ഡേ. ഇനി ഇതുപോലെ തന്നെ QAM എന്ന് പറഞ്ഞാൽ എവരി മോർണിംഗ് ആണ്. AM എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണല്ലോ. അപ്പോൾ QAM എന്ന് പറഞ്ഞാൽ എവരി മോർണിംഗ്. QPM എന്ന് പറഞ്ഞാൽ എവരി ഈവനിങ്. ഇനി നമ്മൾ പറയുകയാണ് QWK എന്ന് ഇട്ട് കഴിഞ്ഞാൽ എവരി വീക്ക്ലി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ QH എന്ന് ഇട്ട് കഴിഞ്ഞാൽ യെസ് എവരി അവേർലി. Q2H എവരി 2 അവേർലി. Q3H എവരി 3 അവേർലി.
അതേപോലെ തന്നെ 4 hourly 6 hourly നമ്മൾ 3H കൂടുതൽ ഇടാറില്ല കേട്ടോ. ഈ 2 hourly എവറി അവർലിക്ക് പകരം QH പകരം Q2H, Q4H 4 hourly, Q6H 6 hourly. കൂടുതലായിട്ടും 6, 4, 2 അതുപോലെ തന്നെ അവർലി ഇതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ വരുന്നതാണ് PRNും SOSും. PRN SOS എന്താണ്? PR എന്ന് പറഞ്ഞാൽ എസ് നീഡഡ്, അതുപോലെ തന്നെയാണ് SOSും അർത്ഥം അത് തന്നെയാണ് വരുന്നത്, ഇഫ് നീഡഡ് എന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴാണോ ആവശ്യം അപ്പോൾ കൊടുക്കാനുള്ള അർത്ഥത്തിലാണ് വരുന്നത് PRN ഓർ SOS. ഇനി അതല്ലാതെ നമുക്ക് വരുന്നതാണ് സ്റ്റാറ്റ് ഓർഡർ. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ STAT എന്ന് മാത്രമേ എത്തുള്ളൂ. അതെന്താണ്? ഇമ്മീഡിയറ്റ്ലി സ്റ്റാറ്റ് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വരുന്നു. ഇതേപോലെ തന്നെ പലപ്പോഴും വരുന്ന മറ്റൊരു കാര്യമാണ് റൂട്ടിന്റെ സമയത്ത് നമുക്കറിയാം എങ്കിലും ജസ്റ്റ് പറയാം എന്ന് മാത്രം. പെർ വജനലിന് ചിലപ്പോൾ P⁻V എന്ന് വരും, അല്ലെങ്കിൽ പെർ റെക്റ്റിലാണെങ്കിൽ P⁻R. അതേപോലെ തന്നെ പെർ ഓറൽ PO P/O വരാം അല്ലെ. അതുപോലെ IV ആണെങ്കിൽ I⁻V, അതുപോലെ I⁻M എന്ന് വരാം IM ആണെങ്കിൽ. അപ്പൊ അത് ക്ലിയർ ആയി വരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് യൂഷ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ന്യൂമോണിക്സ് അല്ലെങ്കിൽ അബ്രിവേഷൻസ് അല്ലെങ്കിൽ സിംബൽസ് എന്ന് പറയാം. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതെല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് നെക്സ്റ്റ് ടിപ്സ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.